നമസ്കാരം. ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും ഭയാനകവുമായ ഒരേടാണ് ഇന്ന് നമ്മൾ മറിച്ചു നോക്കുന്നത്. ഒരുപക്ഷേ യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ സൃഷ്ടിച്ചതിനേക്കാൾ വലിയൊരു വിനാശം വിതച്ച യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ജനസംഖ്യയുടെ പകുതിയോളം തുടച്ചു നീക്കിയ ഒരു മഹാമാരിയുടെ കഥ. ചരിത്രം അതിനെ കറുത്ത മരണം അഥവാ ദ ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിച്ചു. വർഷം 1346. യൂറോപ്പ് അതിന്റെ മധ്യകാലഘട്ടത്തിന്റെ ഉത്തുംഗഗതിയിൽ നിൽക്കുന്ന സമയം. വലിയ കോട്ടകളും കൊട്ടാരങ്ങളും കുതിരപ്പുറത്ത് പായുന്ന പടയാളികളും നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന കച്ചവട പാതകളും എല്ലാം ചേർന്ന് സജീവമായൊരു ലോകം. എന്നാൽ കിഴക്ക് ദൂരെ മധ്യേഷ്യയിലെ ഗോബി മരുഭൂമിയുടെ ഏതോ കോണിൽ അതിന്റെ യാത്ര തുടങ്ങിയിരുന്നു. അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ലോകം ഇർറിക്കവറബിളി മാറിമറിയാൻ പോവുകയാണെന്ന്. ഈ മഹാവിപത്തിന്റെ തുടക്കം യഥാർത്ഥത്തിൽ എവിടെ നിന്നായിരുന്നു? ചരിത്രകാരന്മാർ വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ ചൈനയും കിർഗിസ്ഥാനും ചേർന്നു കിടക്കുന്ന മധ്യേഷ്യൻ പുൽമേടുകളിലേക്കാണ്. അവിടുത്തെ കാട്ടുമൃഗങ്ങളിൽ, ദാറ്റ് മീൻസ് എലികളിലും അണ്ണാനുകളിലും പതിറ്റാണ്ടുകളായി ഒളിഞ്ഞിരുന്ന ഒരു രോഗാണു യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ അതിന്റെ സുരക്ഷിത താവളം വിട്ട് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും വരൾച്ചയും കാരണം ഭക്ഷണം തേടി എലികൾ കൂട്ടത്തോടെ മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങി. ഈ എലികളുടെ ശരീരത്തിൽ ജീവിച്ചിരുന്ന ചെള്ളുകൾ വഴിയാണ് രോഗം പടരാൻ തുടങ്ങിയത്. അക്കാലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു മംഗോളിയരുടേത്. കിഴക്ക് ചൈന മുതൽ പടിഞ്ഞാറ് യൂറോപ്പിന്റെ അതിർത്തികൾ വരെ നീണ്ടുകിടന്നിരുന്ന ഈ സാമ്രാജ്യത്തിലൂടെ കടന്നുപോയിരുന്ന പട്ടുപാത എന്നറിയപ്പെടുന്ന കച്ചവടപാതകൾ ചരക്കുകൾക്കു മാത്രമല്ല ആശയങ്ങൾക്കും ഒപ്പം രോഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വഴികളൊരുക്കി. സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും പട്ടുംഹൊത്ത കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച കച്ചവട സംഘങ്ങളുടെ ഇടയിൽ ആരുമറിയാതെ ഈ കൊലയാളി രോഗവും യാത്ര തുടങ്ങി. ഓരോ താവളത്തിലും അത് പുതിയ ഇരകളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. 1340കളുടെ മധ്യത്തോടെ ഈ രോഗം മംഗോളിയൻ സൈന്യത്തിനിടയിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. താമസിയാതെ അത് കരിങ്കടലിന്റെ തീരങ്ങളിലെത്തി. അവിടെയായിരുന്നു യൂറോപ്പിലേക്കുള്ള അതിന്റെ പ്രവേശന കവാടം കാത്തിരുന്നത്. ഇന്നത്തെ യുക്രൈനിലുള്ള ഫിയോദോസിയ എന്ന തുറമുഖ നഗരം അന്ന് ക്യാഫ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇറ്റലിയിലെ ജനോവയിൽ നിന്നുള്ള കച്ചവടക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കാഫ. തന്ത്രപ്രധാനമായ ഈ തുറമുഖം പിടിച്ചെടുക്കാൻ ജാനി ബേഗിന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1346 മംഗോളിയൻ സൈന്യം കാഫ വളഞ്ഞു. എന്നാൽ മാസങ്ങൾ നീണ്ട ഉപരോധത്തിനിടയിൽ ആ അദൃശ്യനായ ശത്രു അവരുടെ സൈനിക ക്യാമ്പുകളിലെത്തി. ആയിരക്കണക്കിന് സൈനികർ ദിവസങ്ങൾക്കുള്ളിൽ അസുഖം ബാധിച്ചു മരിച്ചു വീഴാൻ തുടങ്ങി. കടുത്ത പനിയും ശരീരം മുഴുവൻ വേദനയും കക്ഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള മുഴകളും മരണം അതിവേഗമായിരുന്നു. ഉപരോധം പരാജയപ്പെട്ടെന്നുറപ്പായ നിമിഷം ജാനി ബേഗിന്റെ മനസ്സിൽ ക്രൂരമായ ഒരാശയമുദിച്ചു. തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം കോട്ടയ്ക്കുള്ളിലുള്ള ശത്രുക്കൾക്കും ലഭിക്കണം എന്ന്. ചരിത്രത്തിലെ ആദ്യത്തെ ജൈവായുധ പ്രയോഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് പിന്നീട് ഇവിടെ നടന്നത്. പ്ലേഗ് ബാധിച്ച് മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ ഭീമാകാലമായ കവണകൾ ഉപയോഗിച്ച് അവർ കോട്ടയ്ക്കുള്ളിലേക്ക് എറിയാൻ തുടങ്ങി. നഗരത്തിനുള്ളിൽ ജീവിച്ചിരുന്ന ജനോവീസ് കച്ചവടക്കാർ ആകാശത്ത് നിന്ന് ശവങ്ങൾ മഴ പോലെ പെയ്യുന്നത് കണ്ട് ഭയന്നു വിറച്ചു. ആദ്യമത് അപമാനിക്കാനുള്ള തന്ത്രമാണെന്ന് കരുതിയെങ്കിലും താമസിയാതെ നഗരത്തിനുള്ളിലും ആളുകൾ ഇതേ രോഗം ബാധിച്ച് മരിച്ചു വീഴാൻ തുടങ്ങിയതോടെ അവർക്ക് അപകടം മനസ്സിലായി. മംഗോളിയൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയ ജനോവീസ് കച്ചവടക്കാർ തങ്ങളുടെ കപ്പലുകളിൽ കയറി സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ നഗരത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ കപ്പലിന്റെ പലകകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത ഇരികളിലും സ്വന്തം സഹയാത്രികരുടെ രക്തത്തിലും ആ മഹാമാരിയുടെ വിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. യൂറോപ്പിന്റെ സർവനാശവും വഹിച്ചുകൊണ്ട് ആ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലൂടെ പടിഞ്ഞാറോട്ട് നീങ്ങുകയായിരുന്നു. യൂറോപ്പ് ആകാംക്ഷയോടെ കാത്തിരുന്നത് കച്ചവട കപ്പലുകളെ ആയിരുന്നില്ല, മറിച്ച് മരണത്തിന്റെ ദൂതന്മാരെ. 1347 ഒക്ടോബർ മാസം സിസിലിയിലെ മെസീന തുറമുഖത്ത് 12 ജനോവീസ് കപ്പലുകൾ നങ്കൂരമിട്ടു. ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കച്ചവടക്കാരെയും അവർ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള ചരക്കുകളെയും സ്വീകരിക്കാൻ തുറമുഖത്ത് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ
കപ്പലുകൾ അടുത്തേക്ക് വന്നപ്പോൾ തുറമുഖത്തു നിന്നവരുടെ ആവേശം ഭയത്തിന് വഴിമാറി. ആ കപ്പലുകളിൽ നിന്ന് ഉയർന്നത് വിജയഭേരികളായിരുന്നില്ല, മറിച്ച് മരണത്തിന്റെ മൗനമായിരുന്നു. കപ്പലുകളിലെ കാഴ്ച അതിഭീകരമായിരുന്നു. മിക്ക നാവികരും മരിച്ചുകിടക്കുന്നു. ശേഷിക്കുന്നവർ കടുത്ത പനിയും വേദനയും കൊണ്ട് പുളയുകയായിരുന്നു. അവരുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കഴലകളിലും കക്ഷങ്ങളിലും കറുത്ത നിറത്തിൽ ഭീമാകാരമായ മുഴകൾ രൂപപ്പെട്ടിരുന്നു. ഈ മുഴകളിൽ നിന്ന് രക്തവും പഴുപ്പും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കണ്ടുനിന്നവർ ഭയന്നുപോയി. എന്താണ് ഈ ഭയാനകമായ രോഗമെന്ന് ആർക്കും മനസ്സിലായില്ല. ഈ കപ്പലുകളെ മരണക്കപ്പലുകൾ എന്നവർ വിളിച്ചു. അധികാരികൾ ഉടൻ തന്നെ നടപടിയെടുത്തു. ഈ പ്രേതക്കപ്പലുകളെ തുറമുഖത്തു നിന്ന് പുറത്താക്കാൻ അവർ ഉത്തരവിട്ടു. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. മനുഷ്യർക്ക് പ്രവേശനം നിഷേധിച്ചെങ്കിലും കപ്പലുകളുടെ കയറുകളിലൂടെയും ചാഞ്ചാടുന്ന പലകകളിലൂടെയും നൂറുകണക്കിന് കറുത്ത എലികൾ മെസീന നഗരത്തിലേക്ക് ഇറങ്ങിയോടിയിരുന്നു. ആ എലികളുടെ രോമങ്ങൾക്കിടയിൽ പ്ലേഗ് ബാക്ടീരിയയെ വഹിക്കുന്ന ആയിരക്കണക്കിന് ചെള്ളുകളും ഒളിച്ചിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മെസീന നഗരത്തിൽ ആദ്യത്തെ രോഗി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നെ അതൊരു തടയാനാവാത്ത പ്രവാഹമായിരുന്നു. വീടുകളിൽ നിന്ന് കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു. ഇന്നലെ വരെ ആരോഗ്യത്തോടെ കണ്ട അയൽക്കാരൻ ഇന്നു രാവിലെ മരിച്ചു കിടക്കുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ മരണം ഉറപ്പായിരുന്നു. സാധാരണയായി രോഗം ബാധിച്ച് 3-4 ദിവസത്തിനുള്ളിൽ രോഗി മരിക്കും. കറുത്ത മുഴകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗത്തെ ബ്യൂബോണിക് പ്ലേഗ് എന്ന് ശാസ്ത്രം പിന്നീട് വിളിച്ചു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റു രൂപങ്ങളിലും പ്ലേഗ് പ്രത്യക്ഷപ്പെട്ടു. ചിലരിൽ രോഗാണുക്കൾ നേരിട്ട് ശ്വാസകോശത്തെ ബാധിച്ചു. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗാണുക്കൾ വായുവിലൂടെ മറ്റൊരാളിലേക്ക് പടർന്നു. ന്യൂമോണിക് പ്ലേഗ് എന്നറിയപ്പെട്ട ഈ രൂപം ബാധിച്ചവർ 1-2 ദിവസത്തിനുള്ളിൽ രക്തം ഛർദ്ദിച്ചു മരിച്ചു. മറ്റൊന്നായിരുന്നു സെപ്റ്റിസീമിക് പ്ലേഗ്. ഇവിടെ രോഗാണു രക്തത്തിൽ നേരിട്ട് കലരുകയും മണിക്കൂറുകൾക്കുള്ളിൽ ആന്തരിക രക്തസ്രാവം സംഭവിച്ച് ശരീരം കരുത്തു കരിവാളിച്ച് രോഗി മരിക്കുകയും ചെയ്യും. ഈ രൂപത്തിന് പുറമേക്ക് ലക്ഷണങ്ങൾ പോലും കുറവായിരുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് അക്കാലത്തെ ജനങ്ങൾക്കോ വൈദ്യന്മാർക്കോ ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. ഇത് ദൈവകോപമാണെന്ന് പലരും വിശ്വസിച്ചു. മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയായി ദൈവം അയച്ച മഹാമാരിയാണിതെന്ന് പുരോഹിതന്മാർ പ്രഖ്യാപിച്ചു. മറ്റു ചിലർ വിശ്വസിച്ചത് ദുഷിച്ച വായു അഥവാ മയാസ്മ ശ്വസിക്കുന്നതാണ് രോഗകാരണം എന്നായിരുന്നു. ഭൂകമ്പങ്ങളോ ഗ്രഹങ്ങളുടെ സ്ഥാനമോ ആണ് ഈ ദുഷിച്ച വായുവിന് കാരണമെന്ന് അവർ സിദ്ധാന്തിച്ചു. യഥാർത്ഥ ശത്രു തങ്ങളുടെ കാലിനടിയിലൂടെ ഓടി നടക്കുന്ന എലികളാണെന്നോ അവയുടെ പുറത്തുള്ള ചെള്ളുകളാണെന്നോ ആരും സംശയിച്ചതുപോലുമില്ല. മെസീനയിൽ നിന്ന് പ്ലേഗ് സിസിലി ദ്വീപ് മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ അവർ അറിയാതെ തങ്ങൾക്കൊപ്പം മരണത്തെയും കൊണ്ടുപോവുകയായിരുന്നു. 1347 അവസാനമായപ്പോഴേക്കും സിസിലി ഒരു ശ്മശാന ഭൂമിയായി മാറി. തുടർന്ന് മെഡിറ്ററേനിയൻ കടലിലെ കച്ചവടപാതകളിലൂടെ പ്ലേഗ് ഇറ്റലിയുടെ പ്രധാന ഭൂപ്രദേശത്തേക്ക് കടന്നു. ജനോവ, വെനിസ്, പിസ തുടങ്ങിയ സമ്പന്നമായ നഗരങ്ങൾ ഒന്നൊന്നായി ഈ മഹാമാരിയുടെ പിടിയിലമർന്നു. യൂറോപ്പിന്റെ ഹൃദയത്തിലേക്കുള്ള മരണത്തിന്റെ പടയോട്ടം ആരംഭിക്കുകയായിരുന്നു. സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ കെട്ടുറപ്പുകളും ആ മഹാമാരിക്ക് മുൻപിൽ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഭർത്താവ് ഭാര്യയെയും മാതാപിതാക്കൾ മക്കളെയും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഭയാനകമായ കാഴ്ചകൾ സാധാരണമായി കണ്ടു. വൈദ്യന്മാർ രോഗികളെ സന്ദർശിക്കാൻ ഭയന്നു. പുരോഹിതന്മാർ അന്ത്യകൂദാശ നൽകാൻ വിസമ്മതിച്ചു. സമൂഹം അതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റലിയിൽ ആഞ്ഞടിച്ച പ്ലേഗ് താമസിയാതെ ഫ്രാൻസിലേക്ക് കടന്നു. 1348 തുടക്കത്തിൽ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായ മാർസേയിൽ രോഗമെത്തി. ഇറ്റലിയിൽ സംഭവിച്ചതിന്റെ തനിയാവർത്തനമായിരുന്നു ഫ്രാൻസിലും കണ്ടത്. മാർസേയിൽ നിന്ന് റോൺ നദിയിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ച്
പ്ലേഗ് ഫ്രാൻസിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അക്കാലത്തെ ക്രിസ്തീയ ലോകത്തിന്റെ ആസ്ഥാനമായിരുന്ന അവിഞ്ഞോൺ നഗരം പ്ലേഗിന്റെ പ്രധാന ഇരകളിലൊന്നായി മാറി. അന്ന് പോപ്പിന്റെ ആസ്ഥാനം റോമിലായിരുന്നില്ല, ഫ്രാൻസിലെ അവിഞ്ഞോണിലായിരുന്നു. ജനസംഖ്യയുടെ പകുതിയോളം പേർ ആ നഗരത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മരിച്ചു വീണു. മരിച്ചവരെ അടക്കാൻ പോലും സ്ഥലമില്ലാതായി. തെരുവുകളും വീടുകളും മൃതദേഹങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഈ ഭീകരമായ കാഴ്ച കണ്ട് സഹിക്കിട്ട് അന്നത്തെ പോപ്പ് ക്ലെമന്റ് ആറാമൻ റോൺ നദിയെ ഒരു വിശുദ്ധ സെമിത്തേരിയായി പ്രഖ്യാപിക്കുകയും മൃതദേഹങ്ങൾ നദിയിലേക്ക് എറിയാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇത് രോഗം പടരാൻ കൂടുതൽ കാരണമാകുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. വൈദ്യശാസ്ത്രം അമ്പയെ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ വിചിത്രമായ ചികിത്സാരീതികൾ പരീക്ഷിക്കാൻ തുടങ്ങി. രക്തം ദുഷിച്ചതാണ് രോഗകാരണമെന്ന് വിശ്വസിച്ച വൈദ്യന്മാർ രോഗികളുടെ ശരീരത്തിൽ അട്ടകളെ വെച്ചും സിരകൾ മുറിച്ചും രക്തമൊഴുക്കിക്കളയാൻ ശ്രമിച്ചു. ഇത് രോഗികളെ കൂടുതൽ ദുർബലരാക്കുകയാണ് ചെയ്തത്. ചിലർ വിചിത്രമായ ഒറ്റമൂലികൾ പരീക്ഷിച്ചു. പാമ്പിൻ വിഷവും പൊടിച്ച രത്നങ്ങളും മനുഷ്യന്റെ മലവും മൂത്രവും വരെ മരുന്നുകളായി ഉപയോഗിച്ചു. സുഗന്ധമുള്ള പൂക്കളും ഔഷധ സസ്യങ്ങളും കയ്യിൽ പിടിച്ചു നടന്നാൽ ദുഷിച്ച വായുവിനെ അകറ്റാമെന്ന് മറ്റു ചിലർ വിശ്വസിച്ചു. എന്നാൽ ഫലമെന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ നിസ്സഹായത ഒരുതരം ഭ്രാന്തമായ ചിന്തകളിലേക്ക് ജനങ്ങളെ നയിച്ചു. രോഗം പടർത്തുന്നത് ക്ഷുദ്രക്കാരും മന്ത്രവാദികളുമാണെന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചു. മറ്റു ചിലർ വിരൽ ചൂണ്ടിയത് നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ജൂത സമൂഹത്തിന് നേരെയായിരുന്നു. കിണറുകളിലും ജലാശയങ്ങളിലും വിഷം കലർത്തി ജൂതന്മാരാണ് പ്ലേഗ് പടർത്തുന്നതെന്ന കിംവദന്തി കാട്ടുതീ പോലെ പടർന്നു. ഇതിന്റെ ഫലമായി യൂറോപ്പിലുടനീളം ആയിരക്കണക്കിന് ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. സ്ട്രാസ്ബർഗ്, മെയിൻസ് തുടങ്ങിയ നഗരങ്ങളിൽ ജൂത സമൂഹങ്ങളെ ഒന്നടങ്കം ജീവനോടെ ചുട്ടുകൊന്ന സംഭവങ്ങൾ വരെയുണ്ടായി. പോപ്പ് പലതവണ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഭയവും വിദ്വേഷവും തലയ്ക്കു പിടിച്ച ജനക്കൂട്ടത്തെ തടയാൻ ആർക്കുമായില്ല. ഇതിനിടയിൽ ഫ്ലാജെല്ലൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം യൂറോപ്പിൽ ഉദയം ചെയ്തു. ദൈവകോപമാണ് പ്ലേഗിന് കാരണമെന്നും സ്വയം പീഡിപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവൂ എന്നും അവർ വിശ്വസിച്ചു. നൂറുകണക്കിന് ആളുകൾ അടങ്ങുന്ന ഈ സംഘങ്ങൾ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്തു. ചാട്ടവാറുകൾ ഉപയോഗിച്ച് അവർ പരസ്യമായി സ്വന്തം ശരീരത്തിൽ അടിക്കുകയും രക്തം ചിന്തുകയും ചെയ്തു. അവരുടെ വരവ് ആദ്യം ജനങ്ങളിൽ ഒരുതരം ആശ്വാസം നൽകിയെങ്കിലും താമസിയാതെ അവർ തന്നെ രോഗവാഹകരായി മാറി. ഒരു പട്ടണത്തിൽ നിന്ന് അടുത്തതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പ്ലേഗും കൂടെ കൊണ്ടുപോയി. മാത്രമല്ല, അവരുടെ തീവ്രമായ ആശയങ്ങൾ പലപ്പോഴും ജൂതവിരുദ്ധ കലാപങ്ങൾക്കും കാരണമായി. ഫ്രാൻസിൽ നിന്ന് പ്ലേഗ് സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും പടർന്നു. 1348 തന്നെ അത് ഇംഗ്ലണ്ടിന്റെ തീരങ്ങളിലുമെത്തി. ഡോർസെറ്റിലെ ഒരു ചെറിയ തുറമുഖത്താണ് ഇംഗ്ലണ്ടിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ നിന്ന് ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് അത് അതിവേഗം പടർന്നു. ലണ്ടനിലെ ജനസംഖ്യയുടെ 1/3 പേർ പ്ലേഗിന് ഇരയായി. സ്കോട്ട്ലൻഡുകാർ ആദ്യം കരുതിയത് ഇംഗ്ലീഷുകാരുടെ പാപങ്ങൾക്ക് ദൈവം നൽകിയ ശിക്ഷയാണിതെന്നായിരുന്നു. അവർ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിർത്തി കടന്ന സ്കോട്ടിഷ് സൈന്യത്തിനിടയിലും പ്ലേഗ് പടർന്നു പിടിച്ചു. അവർ സ്വന്തം നാട്ടിലേക്ക് തിരികെ ഓടിയപ്പോൾ തങ്ങൾക്കൊപ്പം മരണദൂതനെയും കൊണ്ടുപോകുകയായിരുന്നു. 1350 ആയപ്പോഴേക്കും യൂറോപ്പിന്റെ മുക്കും മൂലയും ഈ മഹാമാരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു. 1347 മുതൽ 1351 വരെയുള്ള 4 വർഷങ്ങൾ കൊണ്ട് കറുത്ത മരണം യൂറോപ്പിന്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ അതിന്റെ പ്രത്യാഘാതങ്ങൾ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്നു. ഒരു മഹാമാരി എങ്ങനെ ഒരു സംസ്കാരത്തെ അടിമുടി ഉടച്ചുവാർക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. മരണനിരക്ക് തന്നെ അചിന്തനീയമായിരുന്നു. യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയുടെ 30% മുതൽ 60% വരെ ആളുകൾ ഈ കാലയളവിൽ മരിച്ചുപോയി എന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. അതായത് ഏകദേശം 75 മുതൽ 200 ദശലക്ഷം വരെ മനുഷ്യജീവനുകൾ. ചില നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനസംഖ്യയുടെ 80% വരെ തുടച്ചു നീക്കപ്പെട്ടു. ഫ്ലോറൻസ്, പാരീസ്, ലണ്ടൻ തുടങ്ങിയ വൻ നഗരങ്ങൾ ശരിക്കും പ്രേത നഗരങ്ങളായി മാറി. തലമുറകളായി ഒരുമിച്ചു ജീവിച്ച കുടുംബങ്ങൾ ഇല്ലാതായി. ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും ജനവാസമില്ലാതായി. പിന്നീട് അവയുടെ സ്ഥാനത്ത് കാടുകൾ വളർന്നു. ഈ കൂട്ടമരണം യൂറോപ്പിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അത് കനത്ത പ്രഹരമേൽപ്പിച്ചു. കൃഷി ചെയ്യാനും വിളവെടുക്കാനും
ആളില്ലാതായി. തൊഴിലാളികളുടെ എണ്ണത്തിൽ വന്ന ഭീമമായ കുറവ് സ്വാഭാവികമായും ശേഷിച്ച തൊഴിലാളികളുടെ വില വർദ്ധിപ്പിച്ചു. ആദ്യമായി സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും അവരുടെ കൂലിയെക്കുറിച്ച് വിലപേശാൻ ഒരവസരം ലഭിച്ചു. അതുവരെ തുച്ഛമായ കൂലിക്ക് ജന്മിമാരുടെ പാടങ്ങളിൽ പണിയെടുത്തിരുന്ന അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വേതനവും സാഹചര്യങ്ങളും ആവശ്യപ്പെടാൻ കഴിഞ്ഞു. ഇത് ജന്മിമാരെയും പ്രഭുക്കന്മാരെയും ചൊടിപ്പിച്ചു. തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമെല്ലാം കൂലി വർദ്ധിപ്പിക്കുന്നത് തടയാൻ നിയമങ്ങൾ കൊണ്ടുവരാൻ ഭരണാധികാരികൾ ശ്രമിച്ചു. എന്നാൽ തൊഴിലാളികളില്ലാതെ കൃഷി നടക്കില്ല എന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ അവർക്ക് പലപ്പോഴും മുട്ടുമടക്കേണ്ടി വന്നു. ഇത് കർഷകർക്കിടയിൽ ഒരു പുതിയ ആത്മവിശ്വാസം വളർത്തി. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായി. തുടർന്നുള്ള ദശകങ്ങളിൽ യൂറോപ്പിൽ നടന്ന പല കർഷക കലാപങ്ങൾക്കും ഈ ഒരു മാറ്റം വലിയ പ്രചോദനമായി. ചുരുക്കത്തിൽ, കറുത്ത മരണം ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് അക്കം കൂട്ടുകയും ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. സമൂഹത്തിൽ ധാർമ്മികമായ വലിയ മാറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രകടമായി. മരണത്തെ മുഖാമുഖം കണ്ട ജനങ്ങൾ രണ്ടു രീതിയിലാണ് പ്രതികരിച്ചത്. ഒരു വിഭാഗം കൂടുതൽ ഭക്തിയിലേക്കും ആത്മീയതയിലേക്കും തിരിഞ്ഞു. തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ അവർ പള്ളികളിൽ അഭയം തേടി, പ്രാർത്ഥനകളിലും പരിഹാര പ്രവൃത്തികളിലും മുഴുകി. ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതായിരുന്നു അവരുടെ മാർഗം. എന്നാൽ മറ്റൊരു വിഭാഗം നേരെ വിപരീതമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം പരമാവധി ആസ്വദിക്കുക എന്നതായിരുന്നു അവരുടെ തത്വശാസ്ത്രം. കാർപേഡിയം അഥവാ സീസ് ദ ഡേ എന്ന ചിന്ത വ്യാപകമായി. ധാർമ്മികമായ എല്ലാ കെട്ടുപാടുകളും അവർ ഉപേക്ഷിച്ചു. മദ്യപാനവും ആഘോഷങ്ങളും സർവ്വസാധാരണമായി. മറ്റുള്ളവരുടെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിൽ കയറി താമസിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൈയടക്കുകയും ചെയ്തു. സമൂഹം ഒന്നടങ്കം ഒരു തരം നിഹിലിസത്തിലേക്ക് വീണുപോയ അവസ്ഥ. പ്രശസ്ത ഇറ്റാലിയൻ സാഹിത്യകാരനായ ബൊക്കാച്ചിയോയുടെ ഡിക്കാമറോൺ എന്ന കൃതിയിൽ പ്ലേഗ് കാലത്തെ ഫ്ലോറൻസിലെ ഈ ധാർമ്മിക അധപ്പതനത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ജർമ്മനി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലേക്കും പ്ലേഗ് അതിന്റെ യാത്ര തുടർന്നു. നോർവേയെക്കുറിച്ചുള്ള ഒരു കഥ പ്രശസ്തമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു ചരക്കുകപ്പൽ ബെർഗൻ തുറമുഖത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ കാറ്റിൽപ്പെട്ട് ആ കപ്പലിന് ദിശ തെറ്റി. മാസങ്ങൾക്ക് ശേഷം ആളൊഴിഞ്ഞ ഒരു തീരത്ത് ആ കപ്പൽ അടിഞ്ഞൊഴിഞ്ഞു. കപ്പലിൽ കയറി നോക്കിയ നാട്ടുകാർ കണ്ടത് ഭയാനകമായ കാഴ്ചയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും പ്ലേഗ് ബാധിച്ചു മരിച്ചിരുന്നു. ആ പ്രേത കപ്പലിൽ നിന്നാണ് നോർവേയിൽ പ്ലേഗ് പടർന്നത് എന്നാണ് ഐതിഹ്യം. 1351 ആയപ്പോഴേക്കും റഷ്യയുടെ അതിർത്തികൾ കടന്ന് പ്ലേഗ് അതിന്റെ ഉത്ഭവസ്ഥാനമായ മധ്യേഷ്യയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒരു ഭീകരമായ വൃത്തം പൂർത്തിയാക്കുന്നതുപോലെ ആദ്യത്തെ ഏറ്റവും വിനാശകരമായ ആ തിരമാല പതിയെ ശമിക്കാൻ തുടങ്ങി. പക്ഷേ യൂറോപ്പ് പഴയ യൂറോപ്പ് ആയിരുന്നില്ല. അത് മുറിവേറ്റ, രൂപാന്തരപ്പെട്ട ഒരു പുതിയ ഭൂകമ്പമായിരുന്നു. കറുത്ത മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലൊന്ന് മതത്തിലുണ്ടായ സ്വാധീനമാണ്. പ്ലേഗിനു മുൻപ് യൂറോപ്പിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും കത്തോലിക്ക സഭയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു. ജനനം മുതൽ മരണം വരെ പുരോഹിതന്മാരുടെ സാന്നിധ്യമില്ലാതെ ഒന്നും നടന്നിരുന്നില്ല. ദൈവം സർവശക്തനാണെന്നും സഭയാണ് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയെന്നും ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ പ്രാർത്ഥനകൾ കൊണ്ടോ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത കൊണ്ടോ പുണ്യാളന്മാരുടെ തിരുശേഷിപ്പുകൾ കൊണ്ടോ ഈ മഹാമാരിയെ തടയാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ പലരുടെയും വിശ്വാസത്തിന് ഇളക്കം തട്ടി. പുരോഹിതന്മാർക്ക് പോലും ഇതിന് ഉത്തരമുണ്ടായിരുന്നില്ല. പലരും മറ്റുള്ളവരെ പോലെ തന്നെ രോഗം ബാധിച്ചു മരിച്ചു. മറ്റു ചിലർ ഭയം കാരണം രോഗികളെ ശുശ്രൂഷിക്കാനോ അന്ത്യകൂദാശ നൽകാനോ വിസമ്മതിച്ച് ഒളിച്ചോടി. ഇത് ജനങ്ങളിൽ സഭയോടുള്ള ബഹുമാനം കുറച്ചു. തങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനത്തെ എന്തിനാശ്രയിക്കണമെന്ന ചോദ്യമുയർന്നു. സഭയുടെ അധികാരത്തെയും പഠിപ്പിക്കലുകളെയും ചോദ്യം ചെയ്യാൻ ആളുകൾ ധൈര്യം കാണിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ധാരാളം പുരോഹിതന്മാർ മരിച്ചതുകൊണ്ട് സഭയ്ക്ക് പുതിയ ആളുകളെ പെട്ടെന്ന് കണ്ടെത്തേണ്ടി വന്നു. വേണ്ടത്ര വിദ്യാഭ്യാസമോ പരിശീലനമോ ഇല്ലാത്ത
തികച്ചും അയോഗ്യരായ പലരും പുരോഹിതന്മാരായി നിയമിതരായി. ഇത് സഭയുടെ നിലവാരം വീണ്ടും ഇടിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ നടന്ന മതനവീകരണ പ്രസ്ഥാനത്തിന് അഥവാ പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷന് വളക്കൂറുള്ളൊരു മണ്ണൊരുക്കിയെന്ന് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു. ജനങ്ങൾ സഭയുടെ കേന്ദ്രീകൃത അധികാരത്തിൽ നിന്ന് അകലാനും കൂടുതൽ വ്യക്തിപരമായ ഒരു ആത്മീയത കണ്ടെത്താനും തുടങ്ങി. കലയിലും സാഹിത്യത്തിലും കറുത്ത മരണത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. മരണത്തിന്റെ ഭീകരതയും ജീവിതത്തിന്റെ നശ്വരതയും കലാകാരന്മാരുടെ പ്രധാന വിഷയങ്ങളായി മാറി. ഡാൻസ് മക്കാബ്ര അഥവാ മരണത്തിന്റെ നൃത്തം എന്ന ആശയം അക്കാലത്തെ ചിത്രകലയിലും കൊത്തുപണികളിലും വ്യാപകമായി. ഈ ചിത്രങ്ങളിൽ ഒരസ്ഥിക്കൂടത്തിന്റെ രൂപത്തിലുള്ള മരണം സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ആളുകളെ, പോപ്പിനെയും രാജാവിനെയും കർഷകനെയും യാചകനെയും ഒരുപോലെ നൃത്തം ചെയ്തുകൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായി ചിത്രീകരിച്ചു. മരണത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അതുപോലെ തന്നെ അക്കാലത്തെ സാഹിത്യത്തിലും മരണത്തിന്റെ നിഴൽ വീണുകിടന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അശുഭാപ്തി വിശ്വാസവും ദൈവത്തോടുള്ള സംശയങ്ങളും പല കൃതികളിലും പ്രതിഫലിച്ചു. എന്നാൽ മറുവശത്ത് മനുഷ്യന്റെ അതിജീവന ശേഷിയെയും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവിനെയും പ്രകീർത്തിക്കുന്ന കൃതികളുമുണ്ടായി. ബൊക്കാച്ചിയോയുടെ ദ ഡെക്കാമറോൺ അതിനൊരു മികച്ച ഉദാഹരണമാണ്. പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്ലോറൻസിൽ നിന്നൊരു ഗ്രാമപ്രദേശത്തേക്ക് പലായനം ചെയ്യുന്ന 10 ചെറുപ്പക്കാർ ഓരോ ദിവസവും കഥകൾ പറഞ്ഞുകൊണ്ട് സമയം ചിലവഴിക്കുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. ഭയവും മരണവും ചുറ്റും നടമാടുമ്പോഴും കഥകളിലൂടെയും സൗഹൃദത്തിലൂടെയും ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രതീകമായിരുന്നു ആ കൃതി. ശാസ്ത്രരംഗത്തും പ്ലേഗ് ഒരു വഴിത്തിരിവായി. പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിന്റെ പരാജയം പുതിയ ചിന്തകൾക്കും പരീക്ഷണങ്ങൾക്കും വഴി തുറന്നു. രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കേണ്ടതിന്റെ ആവശ്യകത ആളുകൾക്ക് ബോധ്യമായി. ശരീരഘടനയെക്കുറിച്ചും രോഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ പോസ്റ്റ്മോർട്ടങ്ങൾക്കും ശവശരീര പരിശോധനകൾക്കും പ്രാധാന്യം ലഭിച്ചു. പൊതുജനാരോഗ്യ രംഗത്ത് വിപ്ലവകരമായ ചില മാറ്റങ്ങൾക്കും കറുത്ത മരണം കാരണമായി. രോഗം പടരുന്നത് തടയാൻ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികാരികൾ മനസ്സിലാക്കി. ഇറ്റലിയിലെ വെനീസ്, റഗൂസ തുടങ്ങിയ തുറമുഖ നഗരങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകളെയും യാത്രക്കാരെയും 40 ദിവസം തീരത്തുനിന്ന് മാറ്റി നിർത്തുന്ന ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ക്വാറണ്ട എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം 40 എന്നാണ്. ഇതിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാറന്റൈൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു അത്. ആശുപത്രികളുടെ ഘടനയിലും മാറ്റങ്ങൾ വന്നു. രോഗികളെ ചികിത്സിക്കാൻ മാത്രമല്ല, അവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായും ആശുപത്രികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. കറുത്ത മരണം എന്ന മഹാദുരന്തം പിൽക്കാലത്ത് യൂറോപ്പിനെ കൂടുതൽ ശക്തവും ആധുനികവുമായ ഒരു സമൂഹമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കറുത്ത മരണത്തിന്റെ ആദ്യത്തെയും ഏറ്റവും ഭീകരവുമായ തിരമാല 1351 അവസാനിച്ചെങ്കിലും പ്ലേഗ് യൂറോപ്പിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായില്ല. തുടർന്നുള്ള ഏതാനും നൂറ്റാണ്ടുകളിൽ ഓരോ 10-20 വർഷം കൂടുമ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരുന്നു. ഓരോ തവണയും അത് ആയിരക്കണക്കിന് ജീവനുകൾ അപഹരിച്ചു. എന്നാൽ ആദ്യത്തെ ആക്രമണത്തിന്റെ അത്രയും വ്യാപകമോ വിനാശകരമോ ആയിരുന്നില്ല പിൽക്കാലത്തെ ഈ തിരിച്ചുവരവുകൾ. 1665 ലണ്ടനിലുണ്ടായ ഗ്രേറ്റ് പ്ലേഗ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏകദേശം 100,000-ഓളം ആളുകൾ, അതായത് ലണ്ടനിലെ അന്നത്തെ ജനസംഖ്യയുടെ 1/4 ആ വർഷം പ്ലേഗ് ബാധിച്ചു മരിച്ചു. പ്രശസ്തനായ എഴുത്തുകാരൻ ഡാനിയൽ ഡിഫോയുടെ എ ജേണൽ ഓഫ് ദ പ്ലേഗ് ഇയർ എന്ന പുസ്തകം ഈ കാലഘട്ടത്തിലെ ലണ്ടന്റെ ഭയാനകമായ ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. അടച്ചിട്ട വീടുകൾ, ഒഴിഞ്ഞ തെരുവുകൾ, മൃതദേഹങ്ങൾ ശേഖരിക്കാൻ രാത്രികാലങ്ങളിൽ മണിയടിച്ച് നീങ്ങുന്ന വണ്ടികൾ, ബ്രിങ് ഔട്ട് യുവർ ഡെഡ് എന്ന മാതുലികളെല്ലാം യൂറോപ്യൻ ജനതയുടെ ഓർമ്മകളിൽ ആഴത്തിൽ പതിഞ്ഞ ചിത്രങ്ങളായി. എന്നാൽ 18-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പ്ലേഗിന്റെ ആക്രമണങ്ങൾ കുറഞ്ഞുവരാൻ തുടങ്ങി. ഇതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രധാനമായും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളായിരുന്നു അത്. കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള വീടുകളുടെ നിർമ്മാണം വ്യാപകമായതോടെ എലികൾക്ക് വീടുകളിൽ പ്രവേശിക്കാനും പെറ്റുപെരുകാനുമുള്ള സാധ്യത കുറഞ്ഞു. നഗരങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടു. മറ്റൊരു പ്രധാന കാരണം
എലികളുടെ ലോകത്ത് നടന്ന ഒരു മാറ്റമായിരുന്നു. കറുത്ത മരണം പടർത്തിയ കറുത്ത എലി യഥാർത്ഥത്തിൽ ഒരു വീടൻ എലിയായിരുന്നു. മനുഷ്യരുമായി അടുത്തിടപഴകാനായിരുന്നു അതിനിഷ്ടം. എന്നാൽ 18-ാം നൂറ്റാണ്ടോടെ ഏഷ്യയിൽ നിന്ന് തവിട് നിറത്തിലുള്ള കൂടുതൽ വലിപ്പവും ശക്തിയുമുള്ള നോർവേ എലി യൂറോപ്പിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ഈ പുതിയ തരം എലികൾ കറുത്ത എലികളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് തുരത്തിയോടിച്ചു. തവിട് നിറത്തിലുള്ള എലികൾക്ക് മനുഷ്യരുമായി അടുത്ത് ജീവിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. അവ കൂടുതലും ഓടകളിലും കെട്ടിടങ്ങളുടെ അടിത്തറകളിലുമാണ് ജീവിച്ചത്. ഇത് പ്ലേഗ് രോഗം വഹിക്കുന്ന ചെള്ളുകൾക്ക് മനുഷ്യരുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത ഗണ്യമായി കുറച്ചു. ഏറ്റവും പ്രധാനമായി, നൂറ്റാണ്ടുകൾ നീണ്ട ഈ ദുരന്തം അവസാനിച്ചത് ശാസ്ത്രത്തിന്റെ വിജയത്തോടെയാണ്. 1894-ൽ ഹോങ്കോങ്ങിൽ പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് ഫ്രഞ്ച് ബാക്ടീരിയോളജിസ്റ്റായ അലക്സാണ്ടർ യെർസിൻ എന്ന ശാസ്ത്രജ്ഞൻ ഈ രോഗത്തിന് കാരണമായ ബാക്ടീരിയയെ ആദ്യമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ആ ബാക്ടീരിയയ്ക്ക് യെർസിനിയ പെസ്റ്റിസ് എന്ന് പേര് നൽകിയത്. അതോടൊപ്പം തന്നെ എലികളും അവയുടെ ശരീരത്തിലെ ചെള്ളുകളുമാണ് രോഗം പടർത്തുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ കണ്ടുപിടുത്തം ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ശത്രു ആരെന്നറിഞ്ഞാൽ പിന്നെ അവനെ പ്രതിരോധിക്കാനുള്ള വഴികൾ കണ്ടെത്താമല്ലോ. ശുചീകരണ പ്രവർത്തനങ്ങൾക്കും എലികളെ നശിപ്പിക്കാനുള്ള നടപടികൾക്കും ശാസ്ത്രീയമായ അടിത്തറ ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തത്തോടെ പ്ലേഗ് ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമായി മാറി. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ മഹാമാരിയെ മനുഷ്യൻ ഒടുവിൽ പിടിച്ചുകെട്ടി. ഇന്ന് പ്ലേഗ് പൂർണ്ണമായും ലോകത്തു നിന്നില്ലാതായിട്ടില്ല. ആഫ്രിക്ക, ഏഷ്യ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ എന്നിവിടങ്ങളിലെ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പോഴും വർഷം തോറും ഏതാനും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ അതൊരു പ്രാദേശിക രോഗമായി ഒതുങ്ങി നിൽക്കുന്നു. കറുത്ത മരണത്തെപ്പോലെ ഒരു ആഗോള മഹാമാരിയായി മാറാനുള്ള സാധ്യത വിരളമാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കറുത്ത മരണം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ അദൃശ്യനായ രോഗാണുവിന് എത്ര വലിയ സാമ്രാജ്യങ്ങളെപ്പോലും മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് അത് തെളിയിച്ചു. മനുഷ്യന്റെ അറിവില്ലായ്മയും ഭയവും എങ്ങനെയാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടുന്നതെന്ന് അത് കാണിച്ചു തന്നു. അന്ധവിശ്വാസങ്ങളും വംശീയ വിദ്വേഷവും എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തല പൊക്കുന്നതെന്നും നമ്മൾ കണ്ടു. എന്നാൽ അതിനെല്ലാം ഉപരിയായി ഏതൊരു മഹാദുരന്തത്തെയും അതിജീവിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള മനുഷ്യന്റെ കഴിവിന്റെ ഒരു വലിയ സാക്ഷ്യപത്രമാണ് കറുത്ത മരണത്തിന്റെ കഥ. ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ ചാരത്തിൽ നിന്നാണ് ആധുനിക യൂറോപ്പ് ഉദയം ചെയ്തത്. കറുത്ത മരണത്തിന്റെ കഥ കേവലം മരണനിരക്കിന്റെയും സാമ്പത്തിക നഷ്ടങ്ങളുടെയും കണക്കുകൾ മാത്രമല്ല, അത് മനുഷ്യന്റെ മനസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവുകളുടെ കഥ കൂടിയാണ്. തലമുറകളോളം ആ ഭയം യൂറോപ്യൻ ജനതയെ വേട്ടയാടി. അയൽക്കാരനെ സംശയത്തോടെ നോക്കാനും അപരിചിതരെ ഭയത്തോടെ കാണാനും, എന്തിന് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും അവിശ്വസിക്കാനും ആ കാലം അവരെ പഠിപ്പിച്ചു. സാമൂഹികമായ വിശ്വാസമെന്ന ആണിക്കൽ ഇളകിയപ്പോൾ സമൂഹമെന്ന സങ്കല്പം തന്നെ ദുർബലമായി. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ ദിവസത്തെക്കുറിച്ച്. തെരുവുകളിൽ അസഹനീയമായ ദുർഗന്ധം, മൃതദേഹങ്ങൾ നീക്കം ചെയ്യാത്തതുകൊണ്ടും മാലിന്യങ്ങൾ കുന്നുകൂടുന്നതുകൊണ്ടും ഇടയ്ക്കിടെ ദൂരെ നിന്നൊരു മണിയൊച്ച കേൾക്കാം. അത് മൃതദേഹങ്ങൾ ശേഖരിക്കുന്ന വണ്ടികൾ വരുന്നതിൻ്റെ സൂചനയാണ്. ജനലുകൾ തുറക്കാൻ പോലും ആളുകൾ ഭയന്നിരുന്നു. എങ്ങാനും ദുഷിച്ച വായു വീടിനകത്തേക്ക് കടന്നാലോ? വീടുകളുടെ വാതിലുകളിൽ ചുവന്നതോ കറുത്തതോ ആയ കുരിശടയാളങ്ങൾ കാണാം. ഈ വീട്ടിൽ പ്ലേഗ് ബാധിതരുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പാണത്. ആ വീടുകൾ ഒരു തടവറയായി മാറും. അകത്തുള്ളവർക്ക് പുറത്തേക്കോ പുറത്തുള്ളവർക്ക് അകത്തേക്കോ പ്രവേശനമില്ല. രോഗം ബാധിച്ചവരും അല്ലാത്തവരും ഒരുമിച്ച് മരണത്തെ കാത്തുകിടക്കുന്ന ഭീകരമായ അവസ്ഥ. ഈ ഭീകരതയുടെ ഇടയിലാണ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു രൂപം തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പ്ലേഗ് ഡോക്ടർമാർ എന്ന പേരിൽ കറുത്ത നീളൻ കുപ്പായവും കയ്യിലൊരു വടിയും മുഖത്ത് പക്ഷിയുടെ കൊക്കുപോലെയുള്ള ഒരു മുഖമാടിയും ധരിച്ച ഈ രൂപം കണ്ടു നിന്നവരിൽ ഭയമാണ് സൃഷ്ടിച്ചത്. അവരുടെ ചികിത്സാ രീതികളെക്കാൾ ഈ വേഷമായിരുന്നു അവരെ പ്രശസ്തരാക്കിയത്. ആ നീണ്ട കൊക്കിനുള്ളിൽ അവർ സുഗന്ധമുള്ള ഔഷധസസ്യങ്ങളും പൂക്കളും നിറച്ചിരുന്നു. ദുഷിച്ച വായുവിനെ ശുദ്ധീകരിച്ച് ശ്വസിക്കാൻ ഇത് സഹായിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കയ്യിലെ വടി ഉപയോഗിച്ച് രോഗികളെ തൊടാതെ പരിശോധിക്കാനും ഉപദ്രവിക്കാൻ വരുന്നവരെ അകറ്റി നിർത്താനും അവർ ശ്രമിച്ചു. എന്നാൽ ഈ പ്ലേഗ് ഡോക്ടർമാരിൽ ഭൂരിഭാഗവും യഥാർത്ഥ വൈദ്യന്മാരായിരുന്നില്ല. പലരും മറ്റു ജോലികൾ ചെയ്തിരുന്ന പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഈ അവസരം ഉപയോഗിച്ചവരായിരുന്നു. അവരുടെ ചികിത്സാരീതികൾ മിക്കവാറും ഫലശൂന്യവും
പലപ്പോഴും അപകടകരവുമായിരുന്നു. എന്നിട്ടും നഗരങ്ങൾ അവർക്ക് വലിയ ശമ്പളം നൽകി നിയമിച്ചു. കാരണം ആപത്കാലത്ത് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ അധികാരികൾക്കത് ആവശ്യമായിരുന്നു. രോഗികളെ രക്ഷിക്കുന്നതിനേക്കാൾ മരിച്ചവരുടെ കണക്കെടുക്കാനും വിൽപ്പത്രങ്ങൾ തയ്യാറാക്കാനും രോഗവ്യാപനത്തിന്റെ തോണ് അധികാരികളെ അറിയിക്കാനുമായിരുന്നു ഇവരെ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ രക്ഷകന്റെ പ്രതീകമാവുന്നതിനു പകരം മരണത്തിന്റെ വരവറിയിക്കുന്ന ഒരു ദുശ്ശകുനമായി പ്ലേഗ് ഡോക്ടർമാരുടെ രൂപം മാറി. ഈ ദുരന്തത്തിനിടയിലും മനുഷ്യത്വത്തിന്റെ തിളക്കമുള്ള ചില ഉദാഹരണങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഇയം എന്ന ഗ്രാമത്തിന്റെ കഥ അതിലൊന്നാണ്. 1665 പ്ലേഗ് വ്യാപന കാലത്താണ് ഈ സംഭവം നടന്നതെങ്കിലും കറുത്ത മരണത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ പഠിച്ച പാഠങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് അത്. ലണ്ടനിൽ നിന്നെത്തിയ ഒരു തുണിക്കെട്ടിൽ നിന്നാണ് ആ ഗ്രാമത്തിൽ പ്ലേഗ് പടർന്നത്. രോഗം തിരിച്ചറിഞ്ഞ നിമിഷം ഗ്രാമത്തിലെ പുരോഹിതന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒരു ധീരമായ തീരുമാനമെടുത്തു. രോഗം മറ്റു ഗ്രാമങ്ങളിലേക്ക് പടരാതിരിക്കാൻ അവർ സ്വയം ഒരു ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. ഗ്രാമത്തിൽ നിന്ന് ആരും പുറത്തു പോകുകയോ പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അടുത്ത 14 മാസക്കാലം ആ ഗ്രാമം പുറം ലോകവുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഭക്ഷണ സാധനങ്ങൾ പോലും അടുത്തുള്ള ഗ്രാമക്കാർ ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും പണം വിനാഗിരിയിൽ മുക്കിയ ശേഷം അവർക്കു വേണ്ടി അവിടെ വയ്ക്കുകയുമാണ് ചെയ്തിരുന്നത്. ഈ കാലയളവിൽ ഗ്രാമത്തിലെ 260ഓളം ആളുകൾ മരിച്ചു. ജനസംഖ്യയുടെ 1/3 താഴെ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ അവരുടെ ആ ത്യാഗം വെറുതെയായില്ല. ചുറ്റുമുള്ള ഒരു ഗ്രാമത്തിലേക്കും പ്ലേഗ് പടർന്നില്ല. പൊതുനന്മയ്ക്കു വേണ്ടി ഒരു സമൂഹം ഒന്നടങ്കം നടത്തിയ ആത്മത്യാഗത്തിന്റെ ഈ കഥ ഇന്നും മനുഷ്യന്റെ സഹനശക്തിയുടെയും ധാർമ്മിക ബോധത്തിന്റെയും വലിയൊരു പ്രതീകമായി നിലനിൽക്കുന്നു. കറുത്ത മരണത്തിന്റെ കഥയിൽ നിന്ന് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. റിംഗ് എ റിംഗ് ഓ റോസസ് എന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് കുട്ടിക്കവിത പ്ലേഗിനെ കുറിച്ചാണെന്ന വാദം. ഈ കവിതയുടെ വരികൾക്ക് പ്ലേഗിന്റെ ലക്ഷണങ്ങളുമായി സാമ്യമുണ്ട് എന്നതാണ് ഈ വാദത്തിന് അടിസ്ഥാനം. റിംഗ് എ റിംഗ് ഓ റോസസ് എന്നത് പ്ലേഗ് ബാധിച്ച ചർമ്മത്തിൽ കാണുന്ന ചുവന്ന വളയം പോലുള്ള പാടുകളെ സൂചിപ്പിക്കുന്നു. എ പോക്കറ്റ് ഫുൾ ഓഫ് പോസീസ് എന്നത് രോഗം പരത്തുന്ന ദുഷിച്ച വായുവിനെ അകറ്റാൻ ആളുകൾ പോക്കറ്റിൽ കൊണ്ടു നടന്ന പൂക്കളെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ചാണ്. എ ടിഷ്യൂ അല്ലെങ്കിൽ ചില ഭാഷ്യങ്ങളിൽ ആഷസ് എന്നത് രോഗത്തിന്റെ അവസാന ഘട്ടത്തിലെ തുമ്മലിനെയോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനെയോ സൂചിപ്പിക്കുന്നു എന്നും അവസാനത്തെ വരിയായ വി ഓൾ ഫോൾ ഡൗൺ എന്നത് കൂട്ടമരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ ഒരു ആശയം വളരെ പ്രചാരമുള്ളതാണെങ്കിലും മിക്ക ചരിത്രകാരന്മാരും ഫോക്ലോറിസ്റ്റുകളും ഇന്ന് ഇതിനോട് യോജിക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ ഈ കവിത ആദ്യമായി രേഖപ്പെടുത്തുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്, അതായത് കറുത്ത മരണത്തിന്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം. പ്ലേഗുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. പഴയ കാലത്തെ കുട്ടികളുടെ കളിവരികൾക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ലളിതമായ അർത്ഥങ്ങളായിരിക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കവിത പ്ലേഗിനെ കുറിച്ചുള്ളതാണെന്നത് ഒരാധുനിക കാലത്തെ സങ്കല്പമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും ഒരു മഹാമാരി ഒരു ജനതയുടെ സാംസ്കാരിക ഓർമ്മകളിൽ എത്രത്തോളം ആഴത്തിൽ വേരൂണി എന്നതിന്റെ തെളിവായി ഈ വാദം തന്നെ നിലനിൽക്കുന്നു. കറുത്ത മരണത്തിന്റെ കഥയിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ്-19 മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നതിന്റെ പല ലക്ഷണങ്ങളും നമ്മൾ കണ്ടു. ഒരു അദൃശ്യനായ രോഗാണുവിന് മുന്നിൽ ലോകം നിശ്ചിതമായി. അന്താരാഷ്ട്ര യാത്രകൾ നിലച്ചു, സമ്പദ് വ്യവസ്ഥ തകർന്നു, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. രോഗത്തെക്കുറിച്ചുള്ള ഭയവും അനിശ്ചിതത്വവും സമൂഹത്തിൽ പടർന്നു. വ്യാജവാർത്തകളും അശാസ്ത്രീയമായ ചികിത്സാ രീതികളും പ്രചരിച്ചു. ചില പ്രത്യേക വിഭാഗങ്ങളെ രോഗവാഹകരായി മുദ്രകുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. ക്വാറന്റൈൻ, സാമൂഹിക അകലം തുടങ്ങിയ വാക്കുകൾ നമ്മുടെയെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമായി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെനീസിലെ ജനങ്ങൾ ഉപയോഗിച്ച അതേ പ്രതിരോധ മാർഗത്തിന്റെ ആധുനിക രൂപം. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. മധ്യകാല യൂറോപ്പിലെ ജനങ്ങളെ പോലെ നമ്മൾ നിസ്സഹായരായിരുന്നില്ല. നമ്മുടെ കയ്യിൽ ശാസ്ത്രമെന്ന വലിയൊരു ആയുധമുണ്ടായിരുന്നു. രോഗാണുവിനെ അതിവേഗം തിരിച്ചറിയാനും അതിന്റെ ജനിതക ഘടന മനസ്സിലാക്കാനും റെക്കോർഡ് വേഗത്തിൽ വാക്സിനുകൾ വികസിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. അലക്സാണ്ടർ യെർസിൻ തുടങ്ങിവെച്ച ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെ തുടർച്ചയായിരുന്നു അത്. കറുത്ത മരണം നൽകിയ പാഠങ്ങൾ
പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ലോകത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നു കോവിഡിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം. അങ്ങനെ 1346-ൽ മധ്യേഷ്യയിലെ പുൽമേടുകളിൽ നിന്ന് യാത്ര തുടങ്ങിയ ആ മഹാമാരി മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. അത് മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തിൻ്റെ മണിമുഴക്കമായി. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കും മതനവീകരണത്തിനും, എന്തിന് യൂറോപ്പിലെ നവോത്ഥാനത്തിനു വരെ അത് കാരണമായി. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചൊടുങ്ങിയ ആ ശ്മശാന ഭൂമിയിൽ നിന്നാണ് പുതിയ ആശയങ്ങളും പുതിയ സാമ്പത്തിക ക്രമവും ഒരു പുതിയ ലോകവും പിറവിയെടുത്തത്. ചരിത്രം കേവലം കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കണക്കെടുപ്പല്ല, അത് വർത്തമാനകാലത്തെ മനസ്സിലാക്കാനും ഭാവിയെ രൂപപ്പെടുത്താനുമുള്ള ഒരു വഴികാട്ടിയാണ്. കറുത്ത മരണത്തിൻ്റെ ഈ ഏടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഇനിയും ഏറെയുണ്ട്. നന്ദി.